സ്നേഹവും സന്തോഷവും ധൈര്യവും എല്ലാം സമ്മാനിച്ച് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അമൂല്യ നിധിയാണ് സ്റ്റെഫി അലക്സ്. ആരാണെന്നോ എന്താണെന്നോ അറിയാതെ സെൻ വേൾഡിനെ സ്നേഹിച്ച് പിന്നീട് ഞങ്ങളൊന്നായി മാറിയ കഥ പിന്നീടൊരിക്കലാവാം. എന്തായാലും സ്നേഹം തുളുമ്പുന്ന ഒരു സഹോദരി അല്ലെങ്കിൽ ഒരമ്മ എല്ലാമാണ്. ഇന്നത്തെ വീഡിയോ സ്റ്റെഫി അലക്സിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. തലേന്ന് രാത്രി ഉറങ്ങാൻ വേണ്ടി കുറച്ച് വൈകി, അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനും കുറച്ച് സമയം വൈകിട്ടാണ് എണീറ്റത്. ഷവ്വാലിൻ്റെ ഈ ഒരു പുലരിയിൽ എൻ്റെ വീടും ചുറ്റുപാടും എല്ലാം സൗന്ദര്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. സൂര്യകിരണങ്ങൾ മരങ്ങൾക്കിടയിലൂടെയൊക്കെ തിളക്കമാർന്ന് നിൽക്കുന്നുണ്ട്. എന്തായാലും ബ്രഷ് ചെയ്യലും കുളിയൊക്കെ കഴിഞ്ഞ് സെയിൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. തനിയെ ഡ്രസ്സൊക്കെ ആൾ തന്നെ ഇട്ടോളും. കുളിക്കാൻ മാത്രം എൻ്റെ സഹായം ആവശ്യമുള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂടെ നിന്ന് പെരുന്നാൾ നിസ്കാരമൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. മണി അടിച്ചിട്ടുണ്ട്. ആരോ പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇതിനൊരു കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിന് സ്പെഷ്യലായിട്ട് ഹസ്ബൻഡ് ഒരു കേക്കൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ കുറച്ച് ചോക്ലേറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സെയിന് ചോക്ലേറ്റ് ഒന്നും കൊണ്ടുവന്ന് കൊടുക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് കടയിലേക്ക് വിളിച്ച് ഓർഡർ ചെയ്തതാണ്. അങ്ങനെ ചോക്ലേറ്റൊക്കെ കിട്ടി, സന്തോഷത്തിലാണ്. അതിന് പിറകെ എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണിത്. എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എനിക്ക് സമ്മാനിച്ചതാണ്. അത് ഞാൻ ഇത് വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം. അങ്ങനെ രാവിലെ തന്നെ ചോക്ലേറ്റൊക്കെ കിട്ടി. ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് സെയിന് വളരെ ഹാപ്പിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്റ്റെഫി, എൻ്റെ ചുറ്റുപാടുകളെല്ലാം വളരെ സന്തോഷം നിറഞ്ഞതാണ്. അതിൽ നീ കൂടെ എൻ്റെ കൂടെ ചേർന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ പതിവ് ചര്യകളിലേക്ക് നീങ്ങുന്നു. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തതിന് ശേഷം ഒരു ബനാന പോള ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ചെറുപഴം കൊണ്ട് ശർക്കരയും കോഴിമുട്ടയും ബദാമും ഒക്കെ ചേർത്ത് ചെറിയൊരു പോള ഉണ്ടാക്കി. ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുപഴം ഇതുപോലെ ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ശേഷം അത് നന്നായി മെൽറ്റായ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി വേണ്ടത് അതിലേക്ക് 2 കോഴിമുട്ട എടുത്ത് പൊട്ടിച്ച് വിസ്ക് വെച്ച് നന്നായി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം അതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച ശർക്കരയുടെ ബാക്കി അതിലേക്ക് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരല്പം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബദാമിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മൈദപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ട കൂടാതെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പാൻ വെച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബനാനയും ശർക്കരയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇതുപോലെ ഒന്ന് അമർത്തി റെഡിയാക്കിയ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടയും മൈദയൊക്കെ ചേർത്ത മാവ് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുത്ത് ചെറിയ തീയിൽ നമ്മൾ അടച്ച് വേവിച്ചെടുക്കുക. ഈ ഒരു പോളയാണ് രാവിലത്തെ ഈദിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തത്.
കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ പെരുന്നാളിൻ്റെ രാവിലത്തെ മധുരമൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് ബീഫ് വരട്ടിയതും നെയ്ച്ചോറുമാണ് വെക്കാൻ പോകുന്നത്. ഇതുപോലെ ബീഫൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബീഫിലേക്ക് കുരുമുളക്, കറിവേപ്പ്, തക്കാളി, വലിയ ഉള്ളി, ചപ്പ്, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ച്, ഇന്ന് ഈദ് ആയതുകൊണ്ട് തന്നെ പുതിയ ചെമ്പൊക്കെയാണ് ഞാൻ ഫുഡ് പാകം ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ചെമ്പിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് സവോളയും കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ശേഷം ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. നന്നായി ചതച്ചെടുത്ത ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ എടുത്തു വെച്ച കുരുമുളക് പൊടി, തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ്, പുതിന, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് റെഡിയാക്കിയ ശേഷം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാതെയാണ് വേവിക്കുന്നത്. ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ തന്നെ അതിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ തന്നെ ഇത് കിടന്ന് വെന്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. ഇനി നമുക്ക് ആവി പോവാതെ അടച്ചു വെക്കാം. ചെറിയ തീയിൽ നമ്മൾ ബീഫ് വേവുന്നത് വരെ ഇതുപോലെ അടച്ച് വെച്ച് ഇളക്കി വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബീഫൊക്കെ നന്നായി വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി വളരെ പെട്ടെന്ന് തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. റൈസ് കുക്കറിലാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ തിളച്ചപാട് ഇതിലേക്ക് ഇറക്കി അടച്ച് വെച്ചാൽ നമുക്ക് കഴിക്കുന്ന സമയത്തെടുത്ത് വിളമ്പിയാൽ മതി. അങ്ങനെ എല്ലാ ജോലിയും കഴിഞ്ഞ് റൈസ് കുക്കറൊക്കെ തുറന്ന് നെയ്ച്ചോറ് പുറത്തെടുത്തിട്ടുണ്ട്. നെയ്ച്ചോറും ബീഫും പപ്പടവും സാലഡും ഒക്കെയായി സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈദിൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് യാത്ര പോവാണ്. എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട്. സൈനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ലോക്ക്ഡൗൺ സമയത്ത് എവിടെയും പുറത്ത് പോവാതെ ഇതിനാണ് ഇപ്പോൾ ഒന്ന് പുറത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ ഓർഡർ കിട്ടിയത്. രണ്ടാമത്തെ മകൾ നേരത്തെ തന്നെ പോയിട്ടുണ്ട്. മൈലാഞ്ചിയൊക്കെ അവരാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ അവളില്ല. റോഡൊക്കെ കാലിയായി കിടക്കുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂർ യാത്ര ചെയ്യാനുള്ള ടൈമേ ഉള്ളൂ. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ആദ്യം തന്നെ അനിയൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. അതുകൊണ്ട് അവൻ്റെ വീട്ടിൽ ചെന്ന് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുകയുള്ളൂ. അപ്പം ഞങ്ങളുടെ പൂമടത്തിൽ ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ വീടിന് പറയുന്ന, ഞങ്ങളെ പറമ്പിന് പറയുന്ന ഒരു പേരാണ്. അപ്പോൾ അനിയൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത് കവർ ചെയ്തിട്ടിട്ടുണ്ട്. അനിയന് സിംപ്ലി ട്രിക്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവിടെയും ലവ് ബേർഡ്സും ഫിഷും ഒക്കെ വളർത്തുന്നുണ്ട്. സൈൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ അവിടെ ചെറിയ മോളുടെ വണ്ടിയിലൊക്കെ കയറി കളി തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു ആളെ ഞാൻ കാണിച്ചു തരാം. ഒന്നും മിണ്ടാണ്ട് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. കൈയൊക്കെ മൈലാഞ്ചിയിട്ട് ചോപ്പിച്ചിട്ടുണ്ട്.
സെയിനിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ കൂടിയാണ്. സെയിൻ അവളെ മുന്നിൽ ഷൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ സുന്ദരിക്കുട്ടിയാണ്. അവൾക്ക് ഞാൻ തയ്ച്ചു കൊടുത്ത ഡ്രസ്സാണ്. അവളും കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് സുന്ദരിയായി നിൽക്കുന്നുണ്ട്. ഇനി എൻ്റെ ഉമ്മാൻ്റെ കുറച്ച് കൃഷി കാണാം നമുക്ക്. വെണ്ടക്ക, ചീര, പയറ് എന്ന് വേണ്ട ഒരുവിധ എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കിയിട്ടുണ്ട്. ചീരയൊക്കെ നന്നായി ഉണ്ടായിട്ടുണ്ട്. ഇത് പയറാണ്. പയറ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. അതിനടുത്തായിട്ട് തന്നെ കുറച്ച് മുല്ലപ്പൂക്കളുടെ ചെടികളുണ്ട്. നന്നായി പൂത്ത് മുട്ടായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് ജാസ്മിൻ ടീ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നത് ഒരു പയറാണ്. ബിലാത്തി പയർ എന്നാണ് ഞങ്ങളെ നാട്ടിൽ ഇതിന് പറയുന്നത്. മറ്റുള്ള നാടുകളിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇത് കക്കിരിയാണെന്നാണ് തോന്നുന്നത്. കക്കിരിയോ കുമ്പളോ എന്തോ ആണ്. ഇത് ചിരങ്ങയുടെ വള്ളിയാണ്. ചിരങ്ങ നന്നായി പടർന്നിട്ടുണ്ട്. പൂവൊക്കെ വന്നിട്ടുണ്ട്. കൈപ്പക്ക, എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ ഇവിടെ ഒരാൾ ജൂനിയർ ഫക്രുവിൻ്റെ വേഷമൊക്കെ കെട്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. വീഡിയോ എടുക്കുമെന്ന് ഉറപ്പിച്ചിട്ട് ആൾ ഷൈൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഉമ്മാടെ സ്പെഷ്യൽ ബിരിയാണി വിളമ്പി തന്നിട്ടുണ്ട്. ഇവർ സ്പെഷ്യലായിട്ടുള്ള ഒരു ബിരിയാണിയാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ച് തരാം. എല്ലാം കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഇട്ട് തരാം. ഫുഡൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടെ രാത്രി 10 മണി സമയത്ത് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. റോഡിലൊന്നും കൂടുതൽ വണ്ടികളൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.